ഗസയിലെ ഇസ്രായേൽ വംശഹത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ ഇടക്കാല വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. വംശഹത്യ ആരോപിച്ചുള്ള കേസ് തള്ളിക്കളയില്ലെന്നും മതിയായ തെളിവുകൾ ഇസ്രായേലിനെതിരെ ഉണ്ടെന്നുമാണ് കോടതി വ്യക്തമാക്കിയത്. പക്ഷേ കാര്യമായ ഒരിടപെടലോ നിർദ്ദേശമോ ഒന്നും തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ടാകുമോ എന്ന് ലോകമൊന്നാകെ ഉറ്റുനോക്കിയിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അതേസമയം യൂറോപ്പ് കേന്ദ്രീകരിച്ച് നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ എത്ര കണ്ട് ഫലം കാണുമെന്നാണ് ഇനി അറിയേണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് BK സുഹൈലാണ് ചേരുന്നത്. സുഹൈൽ, ഇന്ന് ലോകമൊന്നാകെ കാത്തിരുന്നത് ഒരു വെടിനിർത്തൽ നിർദ്ദേശം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നാണ്. പക്ഷേ അതുണ്ടായിട്ടില്ല. മറ്റെന്തൊക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുന്നു? ദിവ്യ, ദക്ഷിണാഫ്രിക്ക നൽകിയ വംശഹത്യാ കേസിലാണ് ഹേഗിലെ അന്താരാഷ്ട്ര കോടതി ഇടക്കാല വിധി പറഞ്ഞിരിക്കുന്നത്. ഈ വിധി വരും എന്നറിഞ്ഞപ്പോൾ തന്നെ ലോകം ഉറ്റുനോക്കിയത് ഒന്ന് രണ്ട് കാര്യങ്ങളിലായിരുന്നു. ഒന്ന്, ഈ കോടതി വിധിയിൽ ഇസ്രായേലിനോട് അവരുടെ ഈ അധിനിവേശം, ഇപ്പോഴത്തെ ഈ ആക്രമണം അവസാനിപ്പിക്കണം, ഒരു സീസ് ഫയർ വേണം എന്ന് ഈ കോടതി ആവശ്യപ്പെടുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ദക്ഷിണാഫ്രിക്ക അവരുടെ വാദത്തിൽ പ്രധാനമായും ഉന്നയിച്ചത് വളരെ പെട്ടെന്ന് ഈ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടണം എന്നാണ്. പക്ഷേ ഈ കോടതി വിധിയിൽ എവിടെയും ഇപ്പോഴത്തെ ഈ ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിക്കണം എന്ന് ഇസ്രായേലിനോട് ഈ കോടതി പറയുന്നില്ല. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോടതിയിൽ ഈ കേസ് നിലനിൽക്കുമോ, ഇതിന് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഈ കേസ് നൽകാനും ഈ കേസ് നടത്തിക്കൊണ്ടുപോകാൻ ICJക്കും അധികാരമുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഈ കോടതി ഉത്തരം നൽകിയിരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്ക് അതിനുള്ള അധികാരമുണ്ട് എന്ന് മാത്രമല്ല, ഈ കോടതിയുടെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ് ഈ വംശഹത്യാ കേസ് എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ മെറിറ്റിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ കോടതിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന്, ഈ കോടതി വിധിയിൽ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശം, ആ അധിനിവേശം അതിൻ്റെ ഭാഗമായുള്ള വംശഹത്യ. ഇനി വംശഹത്യാപരമായുള്ള നടപടികൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ഇസ്രായേൽ തന്നെ നടപടിയെടുക്കണം എന്നാണ് ഈ കോടതി പറഞ്ഞിട്ടുള്ളത്. അത് ഇസ്രായേലിൻ്റെയും അതേപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയുടെയും വാദങ്ങളെ ഒരേ സമയം കോടതി സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ദക്ഷിണാഫ്രിക്ക അക്കമിട്ട് നിരത്തിയിരുന്നു എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ഗസയിൽ ഇസ്രായേൽ ചെയ്തിട്ടുള്ള വംശഹത്യകൾ എന്ന് പറഞ്ഞ്. അതിലേറ്റവും പ്രധാനമായി ഈ ക്രൂരകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും പ്രസിഡന്റും അതേപോലെ തന്നെ IDF അംഗങ്ങളും ഗസയിലുള്ള മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കണമെന്നും അവരെ വംശഹത്യ നടത്തണമെന്നും അവരെ ഇല്ലാതെയാക്കണമെന്നും കൃത്യമായി തന്നെ പറയുന്നതിൻ്റെ രേഖകൾ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക വാദിച്ചിരുന്നു. അതിന് മറുപടിയായി തൊട്ടടുത്ത ദിവസം ഇസ്രായേലിൻ്റെ പ്രതിനിധികൾ പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും നടത്തിയിട്ടുണ്ട് എങ്കിൽ, വംശഹത്യാപരമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ IDF ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇസ്രായേലിൻ്റെ നീതിന്യായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിന് ഞങ്ങൾ പരിഹാരം കാണും എന്നായിരുന്നു ഇസ്രായേൽ പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് വാദങ്ങളെയും ഒരേപോലെ മുഖവിലക്കെടുത്തുകൊണ്ട് ഇപ്പോഴത്തെ ഈ വിധിയിൽ ഏറ്റവും പ്രധാനമായി ഉയർത്തിക്കാട്ടുന്നത് വംശഹത്യാപരമായുള്ള നടപടികൾ ആരെങ്കിലും എടുത്തിട്ടുണ്ട് എങ്കിൽ ഇസ്രായേൽ തന്നെ അതിന് തടയിടണം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കോടതി വിധിയിൽ മറ്റൊരു കാര്യമായി വരുന്നത് ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ട മാനുഷിക സഹായങ്ങൾ ഗസയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കുറേ ദിവസമായി 120 ദിവസമായി ഗസയിൽ വെള്ളവും ഭക്ഷണവും വൈദ്യുതിയും ഒന്നുമില്ലാതെ കഴിയുന്ന ആളുകൾക്ക് അതെത്തിക്കുവാൻ കൂടുതൽ സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ കോടതിക്ക് മുമ്പാകെ ദക്ഷിണാഫ്രിക്ക മുമ്പോട്ട് വെച്ചിട്ടുള്ള കാര്യം. അതിൽ കൃത്യമായുള്ള നടപടിയെടുക്കണം, മാനുഷിക സഹായം ഗസയിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം ഇസ്രായേൽ എന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഇനി ഏത് തന്നെ വിധികൾ ഉണ്ടായിക്കഴിഞ്ഞാലും അത് അംഗീകരിക്കില്ല എന്നൊരു നിലപാടിലായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ICJ ഉത്തരവിട്ടിരുന്നെങ്കിൽ പോലും അത് വേണ്ടതില്ല, ആര് പറഞ്ഞാലും ഈ യുദ്ധത്തിൽ നിന്ന് ഞങ്ങളെ പിന്നോട്ടടിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന നിലപാടിലായിരുന്നു ഇസ്രായേൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കോടതി ഉത്തരവിട്ടാൽ പോലും അതുണ്ടാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ യുദ്ധഗതിയിൽ യാതൊരുവിധ മാറ്റവും ഈ ഒരു ICJ വിധി ഉണ്ടാക്കില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്ന് മാത്രമല്ല, രണ്ട് പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറയുന്നത് ഇപ്പോഴത്തെ ഈ വിധി ഇസ്രായേലിൻ്റെ സ്വയം പ്രതിരോധത്തിനുള്ള സെൽഫ് ഡിഫൻസ്, കാലങ്ങളായി അവർ പറയുന്ന ആ സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്ന കാര്യത്തിന് പരിഗണന നൽകാതെയാണ് ഈ വിധി എന്ന ഒരു വിമർശനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, അവരുടെ സുരക്ഷാ കാര്യമന്ത്രി ഇറ്റാമർ ബെൻഗിർ എന്ന് പറയുന്ന അതിതീവ്ര വലതുപക്ഷ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം, ICJ എന്ന് പറയുന്നത് ഒരു ആൻറ്റി സെമിറ്റിക്
സെമിറ്റിക് വിരുദ്ധമായിട്ടുള്ള ഒരു സംവിധാനമായി മാറി എന്നുള്ള ഒരു വിമർശനമാണ്. ഏതായിരുന്നാലും ഈ പ്രതികരണങ്ങൾ എല്ലാം സൂചിപ്പിക്കുന്നത് ഇനിയും അവരുടെ വംശഹത്യ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അവർ തുടരും എന്നവർ പ്രഖ്യാപിക്കുന്നു. അതേപോലെ തന്നെ ഗസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കാൻ ഉത്തരവിടുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾ എല്ലാം ചെയ്യും എന്ന് പ്രസ്താവനകൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ റഫ അതിർത്തി തുറന്നു കൊടുക്കാനോ അവിടേക്ക് സഹായങ്ങളുമായി കാത്തുകെട്ടിക്കിടക്കുന്ന ആയിരക്കണക്കിന് ട്രക്കുകളെ അങ്ങോട്ട് കടത്തിവിടാനോ ഒന്നും തന്നെ ഇസ്രായേൽ ഇനിയും തുനിയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുഹൈൽ, ഇനി അറിയേണ്ടത് ഈ കേസ് തള്ളിക്കളയില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനിയും ഈ കേസിലെ തുടർ നടപടികളും വാദവും ഒക്കെ തുടരുകയാണോ ചെയ്യുക? എങ്ങനെയാണ് ഇനിയുള്ള നടപടികൾ? ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒരു ഇടക്കാല വിധി മാത്രമാണ്. പൂർണ്ണമായും ഇസ്രായേൽ വംശഹത്യ നടത്തിയോ എന്നുള്ള കാര്യം അസന്നിഗ്ധമായി കോടതി ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല. രണ്ടാമത്തേത്, അങ്ങനെ ആരെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വംശഹത്യ കേസിൽ ഇസ്രായേലിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ശിക്ഷാവിധി? ഇത്തരം കാര്യങ്ങളെല്ലാം അവസാനമായി പ്രഖ്യാപിക്കണമെങ്കിൽ ഇനിയും 2-3 വർഷങ്ങളെടുക്കും എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. അത്തരമൊരു നടപടി ഉണ്ടായാൽ തന്നെ 2-3 വർഷങ്ങൾ കഴിഞ്ഞ് ഇസ്രായേലിനെ ഇത്തരമൊരു കോടതിയിൽ കുറ്റം തെളിയിക്കുകയും അതേപോലെ തന്നെ ശിക്ഷ വിധിക്കുകയും ചെയ്താൽ അത് അംഗീകരിക്കണം എന്ന് ഇസ്രായേലിന് യാതൊരുവിധ നിർബന്ധവുമില്ല. കാരണം എത്രയോ അന്താരാഷ്ട്ര ബോഡികൾ, പ്രത്യേകിച്ചും UN-ൻ്റെ കീഴിലുള്ള നിരവധി ബോഡികൾ ഉണ്ടാക്കിയിട്ടുള്ള കരാറുകളെ പൊളിച്ചിട്ടുള്ള ഒരു ചരിത്രമാണ് ഇസ്രായേലിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിധി വരാൻ 2-3 വർഷങ്ങളെടുക്കും. ആ വിധി വന്നാൽ തന്നെ അത് അംഗീകരിക്കില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ഇസ്രായേൽ അത് ഇനിയും അംഗീകരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണമെങ്കിൽ UN സെക്യൂരിറ്റി കൗൺസിലിനെ സമീപിക്കാവുന്നതാണ്. UN സെക്യൂരിറ്റി കൗൺസിലിൽ ഈ ഒരു വിധി നടപ്പിലാക്കാൻ സമ്മർദ്ദപ്പെടുത്താൻ സമീപിക്കുന്ന സമയത്ത് പോലും നമുക്കറിയാം അവിടെ വീറ്റോ പവറുള്ള അമേരിക്കയുണ്ട്. UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു കാര്യം തീരുമാനമാകണമെങ്കിൽ വീറ്റോ പവർ ആരെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമേരിക്കയോ അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിലിലെ വീറ്റോ അധികാരമുള്ള രാജ്യങ്ങൾ ഏതെങ്കിലും അതിന് വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാകുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഇപ്പോൾ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന പലതരത്തിലുള്ള പ്രമേയങ്ങൾ സെക്യൂരിറ്റി കൗൺസിലിൽ പല ആളുകളും അവതരിപ്പിക്കുകയുണ്ടായി. അതിനെല്ലാം അമേരിക്ക വീറ്റോ ചെയ്യുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിധിയിൽ നിന്ന് ഇസ്രായേലിനെ കടിഞ്ഞാണിടാവുന്ന ഒരു കാര്യവും നമ്മൾ ഈ അടുത്ത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഈ ICJയുടെ വിധിയെ ജർമ്മനി, സ്പെയിൻ അടക്കമുള്ള വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ ഒരു വംശഹത്യാ കുറ്റത്തിൻ്റെ പ്രതിക്കൂട്ടിൽ കയറിയ ഒരു രാജ്യമാണ് എന്ന പ്രതീതി ഉണ്ടാകുന്നു. സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്ന അവരുടെ പ്രമേയം അല്ലെങ്കിൽ അവരുടെ മുദ്രാവാക്യം ലോകത്ത് തള്ളപ്പെടുന്നു. ലോക ചരിത്രത്തിൽ തന്നെ ഈ ഒരു വംശഹത്യയുടെ ഭാരം പേറുന്ന ഒരു രാജ്യമായി ഇസ്രായേൽ മാറുന്നു. ഇതൊക്കെയാണ് ഈ ഒരു കോടതി നടപടികളിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി സുഹൈൽ, ഇപ്പോൾ യൂറോപ്പ് കേന്ദ്രീകരിച്ച് വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ, അതിന്റെ പുരോഗതി എങ്ങനെയാണ്? യുദ്ധം അവസാനിപ്പിക്കാൻ ഒരിക്കലും ഇസ്രായേൽ വിചാരിക്കുന്നില്ല. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പരമാവധി യുദ്ധം എങ്ങനെ നീട്ടിക്കൊണ്ടുപോകാം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനിടയിലാണ് ഈ ബന്ദികളുടെ ബന്ധുക്കളിൽ നിന്നും ഇപ്പോൾ ഇസ്രായേലിനുള്ളിൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നത്. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ഹൈവേകളെല്ലാം ബ്ലോക്ക് ചെയ്ത് സമരങ്ങൾ നടക്കുന്നു. നെതന്യാഹുവിൻ്റെ ഔദ്യോഗിക വസതിയും സ്വകാര്യ വസതിയും ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഉപരോധിച്ചുകൊണ്ടുള്ള സമരങ്ങൾ നടക്കുന്നു. നെതന്യാഹു രാജിവെക്കണം എന്ന ആവശ്യം അതിശക്തമായി ഉയരുന്നു. ഈ ഘട്ടത്തിൽ ഇനി അവശേഷിക്കുന്ന 136 ബന്ദികളെ തിരിച്ചെത്തിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി മാറിയിരിക്കുകയാണ്. അതിന് നിലമൊരുക്കാവുന്ന തരത്തിലുള്ള ചില ചർച്ചകൾ നടക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ ഇക്കാര്യത്തിൽ ചില നീക്കുപോക്കുകളുമായി മുന്നോട്ട് പോയിരുന്നു. യൂറോപ്പ് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ ചർച്ചകൾ നടക്കുന്നത്. ഖത്തറിൻ്റെ മധ്യസ്ഥതയുണ്ട്, ഈജിപ്തിൻ്റെ നല്ല സഹായമുണ്ട്, അതോടൊപ്പം തന്നെ അമേരിക്കയും ഇതിൽ മുഖ്യ പങ്കാളിയാണ്. ഈ രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ യൂറോപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ചകൾ നടക്കുന്നത്. CIA തലവനും അതേപോലെ തന്നെ മൊസാദിൻ്റെ തലവനും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ യൂറോപ്പിലെത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ കരാറിൻ്റെ ഭാഗമായി ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കരാർ എന്ന് പറയുന്നത് 2 മാസത്തെ ഒരു വെടിനിർത്തൽ എന്നുള്ളതാണ്. ഈ 2 മാസത്തെ വെടിനിർത്തലിന് പകരമായി 136 ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ബന്ദിയെ മോചിപ്പിക്കുന്നതിന് 100 ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലി ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കുക എന്ന കരാറിനാണ് ഇപ്പോൾ സാധ്യതകൾ തെളിയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദീർഘമായ ഒരു 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകും. ഗസ ഏകദേശം പഴയ നിലയിലേക്ക് തന്നെ വരും. പക്ഷേ ഹമാസ് ഇതിൽ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യും എന്നുള്ളത് ഈ കരാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിരിക്കും. ഈ അധിനിവേശം പൂർണ്ണമായും അവസാനിപ്പിക്കാതെ
ഒരിക്കലും ഇനിയുള്ള ബന്ദികളെ വിട്ടുതരില്ല എന്ന നിലപാടിലാണ് ഹമാസ് ഉള്ളത്. യെസ്, അതാണ്. എത്ര കണ്ട ഇനി വെടിനിർത്തൽ ചർച്ചകൾ ഫലം കാണുമെന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ഒക്കെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിച്ചു വരുന്നത്. ആ ഒരു ചർച്ചകളിൽ കാര്യമാത്ര പ്രസക്തമായ ഒരു ഇടപെടൽ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നിപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇടക്കാല ഉത്തരവ് വിധി വന്നിരിക്കുകയാണ്. ഗസയിൽ മാനുഷിക സഹായം അടക്കം എത്തിക്കണമെന്ന നിർദ്ദേശം ഇസ്രായേലിന് നൽകുന്നുണ്ട്. അത് എത്ര കണ്ട് ഇസ്രായേൽ നടപ്പാക്കുമെന്നതും കണ്ടറിയേണ്ടത് തന്നെയാണ്.